നിങ്ങൾക്ക് പറക്കാൻ കഴിയുമോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ ഇല്ല എന്ന് ഉടൻ പറയും. എന്നാൽ നടക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാലോ യെസ് എന്ന് ഉടൻ പറയാറില്ല. ഇത് എന്തുകൊണ്ടാണ് നിങ്ങൾ നടക്കാൻ കഴിയുമെന്ന് ഒന്നും ചിന്തിക്കാതെ തന്നെ പറയുന്നത്? കാരണം അത് നിങ്ങൾ മുമ്പ് ചെയ്തു നോക്കിയിട്ടുണ്ട്, നിങ്ങൾ നടക്കാൻ പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ടല്ലേ. സത്യത്തില് നാം കഴിയില്ല എന്ന് പറയുന്നത് നമ്മുടെ കഴിവുകേട്, അത് ഒരിക്കലും സാധിക്കാത്തതായിരിക്കില്ല. നമ്മൾ അത് ഇതുവരെ ചെയ്തിട്ടില്ല, നമ്മൾ ചെയ്തു നോക്കിയിട്ടില്ല എന്നതുകൊണ്ടാണ്. പലപ്പോഴും നമ്മൾ ചെയ്യാൻ മടിക്കുന്ന പല കാര്യങ്ങളും ഒരുപാട് ആളുകൾ, നമ്മളെക്കാളും ചെറിയവരായ, നമ്മളെക്കാളും കഴിവില്ലാത്ത ആളുകൾ പോലും ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ചിന്തിക്കേണ്ടത് നാം എന്തുകൊണ്ട് കഴിയില്ല എന്ന് പറയുന്നു എന്നതാണ്. അത് നമ്മളെ മനസ്സും നമ്മളെ മസ്തിഷ്കവും ലിമിറ്റ് ചെയ്യുന്നതാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 1954 മുമ്പ് വരെ അതായത് ഒരു മൈല് ഓടാൻ 4 മിനിറ്റിന് കൊണ്ട് സാധിക്കില്ല എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ റോജർ ബാരിസ്റ്റർ എന്ന മഹാനായ ഒരാൾ 1954 4 മിനിറ്റ് കൊണ്ട് ഒരു മൈൽ ഓടി തീർത്തു. അതിനു മുമ്പ് ഡോക്ടർമാർ വരെ പറഞ്ഞിരുന്നത് ഒരാൾക്കും അത് കഴിയില്ല, മനുഷ്യന്റെ ലിമിറ്റാണ് അതെന്നാണ്, മനുഷ്യ ശരീരത്തിന്റെ ലിമിറ്റാണ് അത്, അങ്ങനെ ഓടുകയാണെങ്കിൽ ഹൃദയം പൊട്ടി മരിക്കുമെന്ന് വരെ പലരും പറഞ്ഞിരുന്നു. എന്നാൽ ഈ റോജർ ബാരിസ്റ്റർ അത് ചെയ്തതിനു ശേഷം അതേ വർഷം തന്നെ ഒരുപാട് ആളുകൾ അത് ചെയ്തു. ഇപ്പോൾ സ്കൂൾ കുട്ടികൾ പോലും 4 മിനിറ്റിനുള്ളിൽ ഓടുന്നുണ്ട്. അവിടെ എന്താണ് മാറിയത്? സത്യത്തിൽ മനുഷ്യന്റെ ശരീരം ഘടനയാണോ, ഭക്ഷണ രീതിയാണോ? അല്ല, ഒന്നുമല്ല മാറിയത്. സത്യത്തിൽ അവന്റെ വിശ്വാസമാണ് മാറിയത്. ഒരാൾ അത് ചെയ്ത് കാണിച്ചു കൊടുത്തപ്പോൾ മറ്റുള്ളവർക്ക് കൂടി അത് ചെയ്തു നോക്കാനുള്ള ധൈര്യം കിട്ടുകയും അങ്ങനെ ചെയ്തു നോക്കിയപ്പോൾ അവരും വിജയിക്കുകയും ചെയ്തു. ഇത് തന്നെയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിലും പിന്തുടരേണ്ടത്. നാം ഒന്നുകിൽ നമുക്ക് മുമ്പ് ഇത് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാം, അല്ലെങ്കിൽ ഇത് ചെയ്യാനുള്ള മറ്റു വഴികൾ എന്തെങ്കിലും ഉണ്ടോ. ഈ ആളുകളൊക്കെ ചെയ്ത് പരാജയപ്പെട്ടത് അന്നത്തെ സാഹചര്യം കാരണമാകാം. ചിലപ്പോൾ നമുക്ക് പുതിയ പുതിയ ടൂളുകൾ അവൈലബിൾ ആയിരിക്കും, അന്ന് ഉണ്ടാകാതിരുന്ന ടൂളുകൾ അവൈലബിൾ ആയിരിക്കും. അങ്ങനത്തെ സാധ്യതകൾ നമ്മൾ നോക്കി കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കാം. ഇപ്പോൾ റൈറ്റ് സഹോദരന്മാരെ വിമാനം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് മനുഷ്യന് ഒരിക്കലും പറക്കാൻ കഴിയില്ല എന്നാണ് ശാസ്ത്രം വിശ്വസിച്ചിരുന്നത്. എന്നാൽ അവർ എന്ത് ചെയ്തു? പറക്കാനുള്ള മറ്റു വഴികൾ അവർ കണ്ടെത്തി. അങ്ങനെ അവർ ചിന്തിച്ചത് കൊണ്ടാണ് ഇന്ന് പലരും നമുക്ക് പറക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ നമ്മൾ കുട്ടിയായിരിക്കുമ്പോൾ നമുക്ക് തോന്നാമല്ലോ, എനിക്ക് നടക്കാൻ കഴിയില്ല, ഇതുവരെ ഞാൻ നടന്നിട്ടില്ല. എന്നാൽ അങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴും ഇരിക്കുന്നതെങ്കിൽ ഏതെങ്കിലും മനുഷ്യർ നടക്കുന്നുണ്ടാവും. അതുകൊണ്ട് നമ്മൾ നമ്മുടെ കുട്ടിത്തത്തിലേക്ക് തിരിച്ചുപോയി ഒരു കുട്ടിയായിരിക്കുമ്പോൾ ഒരു മണിക്കൂറിൽ 17 തവണയെങ്കിലും വീണ്ടും എണീറ്റ് വീണ്ടും വീണുകൊണ്ടാണ് അവൻ പഠിക്കുന്നത്. ആ കുട്ടിയുടെ മനസ്സ് നമുക്കും ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. കുട്ടി എങ്ങനെയാണോ വീഴുന്നത്, ആ വീഴാൻ നമ്മളും തയ്യാറാവുക. നമ്മൾ പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ പരാജയപ്പെടാൻ തയ്യാറാവണം, വീണ്ടും ഉയർത്തെഴുന്നേൽക്കാൻ തയ്യാറാവണം. അങ്ങനെ നമ്മൾ ഏത് കാര്യത്തിലും നമുക്ക് വിജയിക്കാൻ കഴിയും. അപ്പോൾ ഇന്ന് തന്നെ നാം ഒരു കുഞ്ഞിന്റെ മനസ്സോടു കൂടി പുതിയ പുതിയ കാര്യങ്ങൾ, നമുക്ക് അസാധ്യമാണെന്ന് കരുതുന്ന കാര്യങ്ങൾ ചെയ്തു നോക്കാൻ പറ്റും. സത്യത്തിൽ അസാധ്യമാണെന്ന് നമ്മൾ കരുതുന്ന കാര്യം നമ്മൾ ചുറ്റും കണ്ണോടിച്ചു കഴിഞ്ഞാൽ വളരെയധികം ആളുകൾ അത് ഈസിയായി ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ചെയ്യാൻ കഴിയാത്തത്? അത് നമ്മുടെ ബ്രെയിനിന്റെ ഒരു പ്രത്യേകത കാരണമാണ്. ബ്രെയിനിന് നമുക്ക് അറിയാത്ത പുതുമയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഇഷ്ടമല്ല. അങ്ങനെ ചെയ്യുമ്പോൾ ബ്രെയിനിന് കൂടുതൽ എനർജി ഉപയോഗിക്കേണ്ടി വരും. അതുകൊണ്ട് ബ്രെയിൻ പറയും, ഇത് നിനക്ക് പറ്റുന്ന കാര്യമല്ല, ഇത് നീ ഇതുവരെ ചെയ്തിട്ടില്ല കേട്ടോ, അതുകൊണ്ട് ഇതിന് മെനക്കെടണ്ട. അപ്പോൾ നമ്മൾ പിൻവലിയും. ഇതാണ് നമ്മുടെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ വീണ്ടും വീണ്ടും ചെയ്തു നോക്കിയാൽ നമുക്കത് തീർച്ചയായും കഴിയും. ബ്രെയിനിന് പതിയെ പതിയെ അത് ആയാസമായി തോന്നുകയും ചെയ്യും. അതുകൊണ്ട് ഇന്ന് തന്നെ തീരുമാനമെടുക്കുക. നിങ്ങൾ ഇന്ന് വരെ എന്തെങ്കിലും ചെയ്യാൻ കഴിയാത്ത കാര്യമുണ്ടെങ്കിൽ ഒന്ന് ചെയ്തു നോക്കാൻ വേണ്ടി കണ്ടിന്യൂസ് ആയി ചെയ്താൽ നിങ്ങൾ വിജയിക്കും. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആ ലിമിറ്റഡ് കാര്യം എന്താണെന്ന് നിങ്ങൾ താഴെ കമന്റിൽ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ള ആളുകൾക്കും കൂടി ഉപകാരപ്പെടുന്നതിന് വേണ്ടി ദയവായി ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
നന്ദി. പുതിയ വീഡിയോയുമായി വീണ്ടും വരാം.